പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വന്ദ്യരായ വൈദിക സഹോദരന്മാരെ, ഇത് യേശു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ സുവിശേഷം വിശുദ്ധ മർക്കോസിൻ്റെ 2-ാം അധ്യായത്തിലെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ശ്രവിക്കുകയാണ്. അതിനു മുമ്പായി ഒരു പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ ദിവ്യവചനങ്ങൾ തിരിച്ചറിയുവാനും നിൻ്റെ വിശുദ്ധ സുവിശേഷത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ ദിവ്യദാനങ്ങളുടെ സമൃദ്ധിയും പരിശുദ്ധാത്മാ നൽവരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സന്തോഷപൂർവ്വം നിൻ്റെ കൽപ്പനകൾ ആചരിക്കുവാനും തിരുഹിതം നിറവേറ്റുവാനും നിൻ്റെ അനുഗ്രഹങ്ങൾക്കും കരുണയ്ക്കും അർഹരായി ഭവിക്കുവാനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനഹൂമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വന്നു. ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവനിരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് അവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം? തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണെ പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ഞായറാഴ്ച കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ സുവിശേഷമാണ് നമ്മൾ ധ്യാനിച്ചത്. വലിയ നോമ്പിൻ്റെ ഞായറാഴ്ചകളിൽ എന്തുകൊണ്ട് സൗഖ്യത്തിൻ്റെ സുവിശേഷങ്ങൾ വായിക്കപ്പെടുന്നു? യെശയ്യായുടെ 53:5 നാം ഇപ്രകാരം വായിക്കുന്നു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതം ഏൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ക്രിസ്തു ജനിക്കുന്നതിന് 800 വർഷം മുമ്പ് യെശയ്യ കർത്താവിൻ്റെ പീഡാനുഭവങ്ങൾ മുൻകൂറായി മനസ്സിലാക്കി നമ്മുടെ ആത്മശരീരങ്ങളുടെ സൗഖ്യം നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തോടും മരണത്തോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യ പ്രവാചകൻ മുൻകൂറായി പ്രവചിച്ചു. രണ്ടാമതായി ചിന്തിക്കാവുന്ന ഒരു കാരണം, സഭയെ 2-ാം വത്തിക്കാൻ കൗൺസിലിൽ നിർവചിച്ചത്
ഒരു തീർത്ഥാടക സമൂഹമായിട്ടാണ്. സ്വർഗത്തിലേക്കുള്ള, കാനാൻ നാടാകുന്ന സ്വർഗത്തിലേക്കുള്ള നീണ്ട പ്രയാണം. ഈ നീണ്ട നടപ്പിന് തളർവാദം, കൂന്, മറ്റ് രോഗങ്ങളെല്ലാം പ്രതിബന്ധങ്ങളാണ്. അതിനാൽ ഈ വലിയ നോമ്പിൽ നമ്മുടെ പ്രയാണത്തെ തളർത്തുന്ന പ്രതിബന്ധങ്ങളെ അതിജീവിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്ക് ലഭിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. നമ്മുടെ കർത്താവിൻ്റെ അധികാരത്തെക്കുറിച്ചാണ് 1-ാം അധ്യായത്തിൽ തുടർച്ചയായിട്ട് പ്രസ്താവിക്കുന്നത്. മർക്കോസിൻ്റെ 1:22 അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി, കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചിരുന്നത്. കർത്താവിൻ്റെ പ്രബോധനത്തിൻ്റെ അധികാരം. രണ്ടാമതായി, യേശു അശുദ്ധാത്മാക്കളെ പുറത്താക്കിയ സംഭവം മർക്കോസിൻ്റെ 1:27 വിവരിക്കുന്നു. മനുഷ്യർ അത്ഭുത പരതന്ത്രരായി ചോദിക്കുകയാണ്, ഇതെന്ത് അധികാരത്തോടു കൂടിയുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവർ അനുസരിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ സംഭവം അതേ അധ്യായത്തിൽ 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പത്രോസിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ പത്രോസിൻ്റെ അമ്മായിയമ്മ കലശലായ പനി ബാധിച്ച് കിടക്കയിലായിരുന്നു. അത് കേട്ട് യേശു അവളുടെ മുറിയിൽ പ്രവേശിച്ച് അവളുടെ കൈക്ക് പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. അവൾ ഉടനടി രോഗം അവളെ വിട്ടുമാറി. അവൾ കർത്താവിനെയും മറ്റ് ശിഷ്യന്മാരെയും ശുശ്രൂഷിക്കുകയും ചെയ്തു എന്ന് നാം വായിക്കും. പനിയുടെ മേൽ, പിശാചുക്കളുടെ മേലുള്ള കർത്താവിൻ്റെ അധികാരം. ഇനിയും മർക്കോസിൻ്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്ത് പാപം മോചിക്കാനുള്ള കർത്താവിൻ്റെ അധികാരത്തെയാണ് പ്രീശന്മാർ, നിയമജ്ഞർ ചോദ്യം ചെയ്യുന്നത്. തൻ്റെ അധികാരത്തെ, കാരണം ദൈവത്തിന് മാത്രമേ പാപം മോചിക്കുവാൻ അധികാരമുള്ളൂ. ഏതെങ്കിലും ഒരു മനുഷ്യൻ അതിന് മുതിരുകയാണെങ്കിൽ അത് ദൈവദൂഷണമാണ്. യേശു അവരുടെ മനസ്സിൽ അവർ ഇപ്രകാരം ചിന്തിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു തളർവാദ രോഗിയോട്, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ പാപം മോചിക്കുവാൻ കർത്താവിന് അധികാരമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് തളർവാദ രോഗിയോട് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് നടക്കുക എന്ന് യേശു കൽപ്പിച്ചത്. ആരുടെ വീട്ടിലാണ് ഈ സംഭവം നടന്നത്? കഫർനൗമിൽ ഞാൻ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോഴെല്ലാം വിവരണം കേൾക്കുന്നത് ഇത് പത്രോസിൻ്റെ വീടായിരുന്നു, കർത്താവിൻ്റെ വീടായിരിക്കാൻ സാധ്യതയില്ല. അതിനാൽ പത്രോസിൻ്റെ വീടാണ് കർത്താവ് പ്രബോധനത്തിനായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ യേശു വീട്ടിലുണ്ട് എന്ന് കേട്ടപ്പോൾ വളരെ വലിയ ഒരു ജനക്കൂട്ടം അവരവരുടെ രോഗികളുമായി അവിടെ എത്തുകയും പുതിയ ഒരാൾക്ക് കടന്നു വരാൻ നിവൃത്തിയില്ലാത്ത വിധം വാതിൽ പോലും നിറച്ച് ആൾക്കൂട്ടമായിരുന്നു എന്ന് നാം വായിക്കുന്നു. 4 കൂട്ടുകാർ തളർവാദ രോഗിയെ ഒരു സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് വരികയാണ്. അവർ ചിന്തിക്കുകയാണ്, ഞങ്ങളുടെ കൂട്ടുകാരന്
സൗഖ്യം കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് നമ്മളതിൻ്റെ വഴി ആലോചിക്കണം. അവരെന്ത് ചെയ്തു? വീടിൻ്റെ മേൽക്കൂരയിൽ കയറി മേൽക്കൂര പൊളിച്ച് ആ വിടവിലൂടെ രോഗി താഴെ പോകാത്ത രീതിയിൽ അവരെ യേശുവിൻ്റെ മുമ്പിലേക്ക് തളർവാദ രോഗിയെ കെട്ടിയിറക്കി എന്നുള്ളതാണ്. ഇത് വളരെ സാഹസികമായ ഒരു വിശ്വാസമാണ്. നമ്മുടെ ആധുനികമായ വീടുകൾ പോലെ ആരും ഇതിനെ സങ്കല്പിക്കേണ്ട. വളരെ ലളിതമായ വീടുകളായിരുന്നു. തടി കൊണ്ടുള്ള കഴുക്കോൽ നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ചുള്ളിക്കമ്പുകൾ നിരത്തി ചെളി കൊണ്ട് ഒരു പായ് പോലെ അതുണ്ടാക്കി. മഴയില്ലാത്ത നാടിൽ അത് സാധ്യമാണ്. നമ്മളെപ്പോലെ ധാരാളം മഴയുള്ള രാജ്യങ്ങളിൽ അത് നടക്കുകയില്ല. അതായിരുന്നു അന്നത്തെ ഒരു സാധാരണ പാവപ്പെട്ട ആളുടെ മേൽക്കൂര എന്ന് പറയുന്നത്. അത് മേൽക്കൂര പൊളിക്കുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ലായിരുന്നു. എങ്കിലും ഒരു സാഹസികമായ കർമ്മം വഴിയായി യേശുവിൻ്റെ മുമ്പിലേക്ക് ഈ രോഗിയെ ഇറക്കി വയ്ക്കുവാൻ തക്കവണ്ണം വലിയ ഒരു വിശ്വാസം അവനെ വഹിച്ചുകൊണ്ട് വന്നവർക്ക് ഉണ്ടായിരുന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട്, ആരുടെ വിശ്വാസമാണ്? രോഗിയുടെ വിശ്വാസമാണെന്ന് ഇവിടെ പറയുന്നില്ല. പിന്നെയോ തന്നെ വഹിച്ചുകൊണ്ട് വരികയും സാഹസികമായ ഒരു പ്രവർത്തനം വഴിയായി ജനക്കൂട്ടത്തിൻ്റെ തടസ്സങ്ങളെല്ലാം തട്ടിമാറ്റി യേശുവിൻ്റെ മുമ്പിലേക്ക് തൻ്റെ ഈ രോഗിയെ ഇറക്കി വയ്ക്കുവാൻ കാണിച്ച ആ വലിയ വിശ്വാസം കണ്ട് യേശു പറഞ്ഞു, മകനെ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു പ്രൊവക്കറ്റീവ് സ്റ്റേറ്റ്മെൻ്റാണ്. പ്രത്യേകിച്ച് ചുറ്റും കൂടിയിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യേശുവിൻ്റെ ശത്രുക്കളുണ്ട്, നിയമജ്ഞന്മാർ, പ്രീശന്മാർ. ഇവരെ യേശുവിനെ എങ്ങനെ ട്രാപ്പ് ചെയ്യണം, എങ്ങനെ കുടുക്കിൽപ്പെടുത്തണമെന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ്. അതിനാൽ ഉടനടി അവർക്ക് സിഗ്നൽ കിട്ടി, ഇവൻ ദൈവദൂഷണം പറയുന്നു. അവരുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തയുണ്ട് എന്ന് യേശു മനസ്സിലാക്കിയെന്നാണ് സുവിശേഷം പറയുന്നത്. യേശു ഉടനടി പാപങ്ങൾ മോചിച്ചതിനെക്കുറിച്ച് വിവാദമുണ്ടായി എന്നറിഞ്ഞപ്പോൾ യേശു ചോദിക്കുന്നു, ഏതാണ് എളുപ്പം? മകനെ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണോ, അതോ കിടക്കയുമെടുത്ത് നടക്കുക എന്ന് പറയുന്നതാണോ? ഏതാണ് എളുപ്പം? എളുപ്പമുള്ളത് ചെയ്യുക, കിടക്കയെടുത്ത് നടക്കുക. വലിയ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ ഇത്രയും നാൾ തളർവാദ രോഗിയായി കിടന്ന ആ സഹോദരൻ സകലരുടെയും കൺമുമ്പാകെ പുറത്തോട്ട് പോയി എന്നാണ് നാം വായിക്കുന്നത്. എന്തിനാണ് ഈ സുവിശേഷം നാം വായിക്കുന്നതും ധ്യാനിക്കുന്നതും? ഈ വലിയ നോമ്പ് കാലത്ത് നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റ് ഉരച്ചു നോക്കാൻ സഭ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമ്മൾ 2000 വർഷമായി പരമ്പരാഗതമായി ക്രിസ്ത്യാനികളാണ്. ഈ കോവിഡിൻ്റെ അന്തരീക്ഷം നമ്മുടെ വിശ്വാസം ഉരച്ചു നോക്കുന്ന ഒരു സന്ദർഭമാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ വലിയ നോമ്പിൽ നമ്മുടെ വിശ്വാസം മാറ്റുരച്ച് നോക്കുവാനായി സഭ നമ്മളെ ക്ഷണിക്കുകയാണ്. എബ്രായ ലേഖനം 11:6 നാം വായിക്കുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം.
ഇതാണ് വിശ്വാസത്തെ സംബന്ധിച്ച് എബ്രായ ലേഖനം പറയുന്നത്. ഇന്നത്തെ സുവിശേഷവുമായി നമ്മൾ അതിനെ ബന്ധപ്പെടുത്തുമ്പോൾ പ്രതിബന്ധങ്ങൾ മൂലം ഈ വിശ്വാസം കെട്ടുപോകാനിടയുണ്ട്. കുറേ കാലം ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അത് കിട്ടാതെ വരുമ്പോൾ പള്ളിയും വിശ്വാസവും കൂദാശകളും ഒക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ചിലർ കാണും. ഇന്നത്തെ തളർവാദിയുടെ കൂട്ടുകാർ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനം, അത് ധൈര്യപൂർവമായ വിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്. അവനെ ചുമന്നുകൊണ്ടുവരിക തീർച്ചയായിട്ടും ത്യാഗം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. വിശുദ്ധ യാക്കോബിൻ്റെ സുവിശേഷത്തിൽ, യാക്കോബിൻ്റെ ലേഖനത്തിൽ പ്രവൃത്തിപരമായ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രവൃത്തി കൂടാത്ത വിശ്വാസം മൃതമാണ് എന്ന് യാക്കോബ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ തളർവാദ രോഗിക്ക് സൗഖ്യമുണ്ടായതിൽ 3 ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. തളർവാദ രോഗിയുടെ ആഗ്രഹം, സൗഖ്യം പ്രാപിക്കണമെന്നുള്ള ആഗ്രഹം, ആഗ്രഹത്തിനനുസരിച്ച് സഹകരിച്ച രോഗിയുടെ സുഹൃത്തുക്കൾ, മൂന്നാമതായി ദൈവവും സുഹൃത്തുക്കളും തളർവാദ രോഗിയും ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് അത്ഭുതകരമായ ഈ സൗഖ്യം. പ്രിയപ്പെട്ടവരെ, ശരീരത്തിന് മാത്രമല്ല തളർവാദം ബാധിക്കുക. ഒരുപക്ഷെ ശരീരത്തിൻ്റെ തളർവാദത്തേക്കാൾ ആത്മാവിന് ബാധിക്കുന്ന തളർവാദമുണ്ട്. പലർക്കും അവരവരുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്നുള്ള വിശ്വാസമില്ലാത്തതിനാൽ വലിയ കുറ്റബോധം പേറി നടക്കുന്ന മനുഷ്യരുണ്ട്. I am unforgiven because I am guilty. അവർക്ക് അവർ ചെയ്തത് തെറ്റാണ് എന്നവർക്ക് ബോധ്യമുണ്ട്. എന്നാൽ ദൈവം അവരോട് ക്ഷമിച്ചു എന്ന് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. മറ്റു ചിലർ പറയും, I am unforgiven because people have not forgiven me. ഞാൻ ചിലരോട് തെറ്റ് ചെയ്തു, വഞ്ചന കാണിച്ചു, ചതിവ് കാണിച്ചു, അവർ എന്നോട് ക്ഷമിച്ചിട്ടില്ല, അത് കാരണത്താൽ എനിക്ക് ക്ഷമ ലഭിച്ചിട്ടില്ല. മൂന്നാമത് ഒരു കൂട്ടരുണ്ട്, I am unforgiven because I cannot forgive myself. എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ വലിയ നോമ്പിൽ എല്ലാ പ്രാർത്ഥനകളും കുമ്പിടിയിലും വർജനകളും ഉപവാസവും എല്ലാം നമ്മളെ ക്ഷണിക്കുന്നത് ആത്മീയമായ സ്വാതന്ത്ര്യം പ്രാപിക്കുക. ഒരു പക്ഷിയുടെ കാലിൽ ഒരു ചെറിയ കല്ല് കെട്ടിയിട്ട് അതിനെ പറപ്പിക്കാൻ നോക്കുക. അത് കുറച്ചു നേരം പറക്കും, പിന്നെ അതിൻ്റെ ചിറകുകൾ തളർന്ന് താഴേക്ക് പോകും. എത്ര വലിയ പക്ഷിയാണെങ്കിലും ഒരു ചെറിയ കല്ല് കെട്ടിയിടുമ്പോൾ അതിന് അത്രയധികം അതിൻ്റെ മുമ്പോട്ടുള്ള ഗമനത്തിന് തടസ്സമാകും. എത്ര വലിയ പാപം ആണെങ്കിലും കർത്താവ് നമ്മളോട് പൂർണ്ണമായി ക്ഷമിക്കുവാനും ക്ഷമിക്കുമ്പോൾ തന്നെ മറക്കാനും, when he forgives he forgets എന്ന് നാം കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ മനുഷ്യർ നമ്മളോട് ക്ഷമിക്കും, പക്ഷേ മനുഷ്യർ മറക്കത്തില്ല. എന്നാൽ ദൈവം നമ്മളോട് ക്ഷമിക്കുമ്പോൾ ദൈവം പഴയ കാര്യങ്ങളെല്ലാം വിസ്മരിക്കുന്നു എന്ന് നാം വിശ്വസിക്കണം.
എങ്കിൽ മാത്രമേ ഈ ആത്മീയമായ സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. ക്രിസ്തു സഭയിൽ, പ്രത്യേകിച്ച് പൗരോഹിത്യമുള്ള സഭകളിൽ, മകനെ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, മകളെ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുവാൻ അധികാരമുള്ള വൈദികർ ദൈവികമായ സഭയുടെ അധികാരത്തോടു കൂടി അവിടെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് കുറ്റബോധമില്ലാതെ മുമ്പോട്ട് പോകുവാൻ സാധിക്കുക. അതിനാൽ നമ്മുടെ പാപവും കടവും പൂർണ്ണമായി വിട്ടുമാറി എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തിൽ നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കണം. ഗ്രീക്ക് ഭാഷയിൽ പനി വിട്ടുമാറി എന്ന് പറയുന്ന അഫിയേമി എന്ന അതേ ക്രിയ തന്നെയാണ് മകനെ നിൻ്റെ പാപങ്ങൾ വിട്ടുമാറിയിരിക്കുന്നു. പനി വിട്ടുമാറി എന്ന് പറയുന്നത് പോലെ തന്നെ നിൻ്റെ പാപങ്ങൾ വിട്ടുമാറിയിരിക്കുന്നു, പൂർണ്ണമായി അകന്നിരിക്കുന്നു. ഇത് നമ്മൾ ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വസിക്കുകയും നമ്മളെ തന്നെ സഭയുടെ ഈ രമ്യതയുടെ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുകയും ചെയ്യുക. കർത്താവായ യേശുവാണ് നമുക്ക് സ്വാതന്ത്ര്യം തരാനായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കാം. യേശുവാണ് നമ്മളെ സ്വതന്ത്രരാക്കുക. ഈ വലിയ നോമ്പുകാലം കർത്താവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനുള്ള ഒരു കാലമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.